ദ പ്ലോമാൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഇത് എഴുതിയിട്ടുള്ളത് ഒലിവർ വെൻഡൽ ഹോംസ് സീനിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റാണ്. പോയറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക. ഹിയർ ഈസ് എ പോയം റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ്. ഇറ്റ് ഈസ് അബൌട്ട് എ ഫാമേഴ്സ് ലൈഫ്, ഹാർഡ് വർക്ക് ആൻഡ് ലിവിങ്. ഒലിവർ വെൻഡൽ ഹോംസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ദ പ്ലോമാൻ എന്ന് പറയുന്നത്. ഇതൊരു ഫാർമറിൻ്റെ ലൈഫിനെയും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനെയും ജീവിതത്തെയും കുറിച്ചുള്ള ഒരു പോയമാണ്. These are the hands whose sturdy labor brings the peasant's food, the golden palm of kings. This is the page whose letter shall be seen, changed by the sun to words of living green. അപ്പോൾ ഫാർമറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്ലോമാൻ എന്ന് വെച്ചാൽ ഉഴുന്ന ആളാണ്, അതായത് നമ്മൾ ഈ നിലമൊക്കെ ഉഴുന്നില്ല, അയാളെ പ്ലോമാൻ എന്ന് പറയും. പക്ഷേ അയാളെ നമുക്ക് എന്തൊന്നും പറയാം, ഫാർമർ എന്നും പറയാം. These are the hands whose sturdy labor brings the peasant's food, the golden palm of kings. അതായത് ഫാർമറാണ്, അതായത് ഒരു കർഷകൻ്റെ കരുത്താർന്ന കൈകളാണ് ഒരു പെസൻ്റ് എന്ന് വെച്ചാൽ കർഷകൻ എന്നാണ് മീനിങ്. ആ കർഷകൻ്റെ തന്നെ ആഹാരം കൊടുക്കുന്നതും ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്. വേറെ ആരുടേതുമാണ് ഇവിടെ പറയുന്നത്? രാജാവിൻ്റെ ആഡംബരപൂർണമായ ജീവിതം. ഗോൾഡൻ പോംബ് എന്ന് വെച്ചാൽ ആഡംബരപൂർണ്ണമെന്നാണ് അർത്ഥം. അതായത് ഒരു പാവപ്പെട്ടവൻ്റെ വിശപ്പകറ്റുന്നതും ഒരു രാജാവിൻ്റെ, ഒരു ധനികൻ്റെ ആഡംബരപൂർണമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും ഒരു ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു കരുത്തുള്ള ഒരു ഫാർമറിൻ്റെ, ഒരു കർഷകൻ്റെ കരങ്ങളാണ്. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റർ ഷാൾ ബി സീൻ, ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. ഇവിടെ പേജ് എന്ന് പറയുന്നത് ബുക്കിലെ പേജല്ല. ഇവിടുത്തെ പേജ് എന്ന് വെച്ചാൽ നമ്മുടെ സോയിൽ, നമ്മുടെ മണ്ണിനെയാണ് പറയുന്നത്. അവിടെ നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് കാണാം. ആ ലെറ്റേഴ്സ് ഏതാണ്? വിത്തുകളാണ്. ഓക്കെ, കർഷകൻ്റെ വിത്തുകൾ അദ്ദേഹം നിലത്തിൽ വിതയ്ക്കുന്നു. അതായത് നമ്മൾ പേജിലുള്ള ലെറ്റേഴ്സ് പോലെയാണത്. ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. ആ ലെറ്റേഴ്സ് ആയ വിത്തുകളെ സൂര്യൻ എന്തോന്ന് ചെയ്യുന്നു? സൂര്യൻ മാറ്റുന്നു. എന്തായിട്ട് മാറ്റുന്നു? വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. ലിവിങ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവിടെ ഫുഡിനെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതുപോലത്തുള്ള ഗ്രീൻ ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർഷകൻ വിതച്ച ആ ഒരു ലെറ്റേഴ്സ് സൺ എന്തോന്ന് ചെയ്യുന്നു? ലിവിങ് ഗ്രീന് പോലുള്ള വേർഡ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? സൂര്യൻ്റെ ആവശ്യമുണ്ട്. സൂര്യനാണ് നമുക്ക് ആഹാരം തരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുപോലെ സൂര്യൻ എന്തോന്ന് ചെയ്യുന്നു? ഇവിടെ കർഷകൻ വിതച്ച ആ പേജസിലുള്ള ലെറ്റേഴ്സ്, ആ നിലത്തിലുള്ള വിത്തുകളെ ലിവിങ് ഗ്രീൻ ആയിട്ട് മാറ്റുന്നു. ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ, ഹങ്കർ ടോട്ട് ടു മെൻ. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാറ്റർ ഓഫ് ദ സോയിൽ. ഓക്കെ, അടുത്ത 4 വരുന്നത് നോക്കാം. ദിസ് ഈസ് ദ സ്കോളർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ, ഹങ്കർ ടോട്ട് ടു മെൻ. സ്കോളർ എന്ന് വെച്ചാൽ പണ്ഡിതൻ. ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ അനശ്വരമായ, അതായത് അവസാനമില്ലാത്ത എന്നതാണ് മീനിങ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ മീനിങ് പറയുന്നത് എന്താണ്? സ്കോളർ എന്ന് വെച്ചാൽ ഇവിടെ കർഷകൻ. അദ്ദേഹത്തിൻ്റെ ഇമ്മോർട്ടൽ പെൻ എന്ന് വെച്ചാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ടൂൾസാണ്. കലപ്പയാകാം, മൺവെട്ടിയാകാം, എന്ത് വേണോ ആവാം. ഈ ടൂൾസ് കൊണ്ട് ഈ സ്കോളർ, അതായത് നമ്മുടെ കർഷകൻ, നമുക്ക് എന്തോന്ന് പറഞ്ഞു തരുന്നു? സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ. സ്പെൽസ് എന്ന് വെച്ചാൽ പറയുക എന്നാണ് മീനിങ്. ഓക്കെ, ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോട്ട് ടു മെൻ. മനുഷ്യന് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത ലെസൺ എന്താണത്? ഹങ്കർ, വിശപ്പ് എന്ന ആ ഒരു പാഠത്തെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. ആ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? സ്കോളേഴ്സായ നമ്മുടെ കർഷകന്മാരാണ്. അതായത് കർഷകനാണ് മനുഷ്യരുടെ വിശപ്പ് അകറ്റുന്നത് എന്നതാണ് ഇവിടുത്തെ മീനിങ്. These are the lines that heaven commanded toil shows on his deed the charter of the soil. Okay, these are the lines that heaven commanded. ഈ വരികൾ ആര് കമാൻഡ് ചെയ്തതാണ്? ആര് ഉത്തരവിട്ടതാണ്? ഹെവൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് ഹെവൻ? സ്വർഗത്തെയാണ് സാധാരണ ഹെവൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഹെവൻ നമുക്ക് ദൈവത്തെ കണക്കാക്കാം. അതായത് ഗോഡ് കമാൻഡഡ്, ദൈവം ഉത്തരവിടുകയാണ്. ടു ടോയിൽ എന്ന് വെച്ചാൽ അധ്വാനിക്കാൻ, അതായത് ദൈവം അധ്വാനിക്കാൻ വേണ്ടി ഉത്തരവിടുകയാണ്. ഷോസ് ഓൺ ഹിസ് ഡീഡ് എന്ന് വെച്ചാൽ കർമ്മം, പ്രവൃത്തി, എന്ത് വേണോ ആകാം. അവരുടെ പ്രവൃത്തിയിലൂടെ കാണിക്കുക.
എന്ത് കാണിക്കണം, അല്ലെങ്കിൽ എവിടെ കാണിക്കണം? ദ ചാർട്ടർ ഓഫ് ദ സോയിൽ. ചാർട്ടർ എന്ന് വെച്ചാൽ പ്രമാണം, അല്ലെങ്കിൽ മുദ്രപത്രം, രേഖ, എന്ത് വേണോ പറയാം. ഓക്കെ, ഇപ്പോൾ ദൈവം ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഹെവൻ ഇവിടെ കമാൻഡ് ചെയ്യുന്നത് എന്താണ്? അധ്വാനിക്കാനാണ്. തനിക്ക് ലഭിച്ചിട്ടുള്ള തൻ്റെ സ്വന്തമായ തൻ്റെ പ്രമാണം, അല്ലെങ്കിൽ തനിക്ക് രേഖാപൂർവം തന്നിട്ടുള്ള സോയിലിൽ തൻ്റെ പ്രവൃത്തികൾ കാണിക്കാനാണ് ദൈവം ഇവിടെ കമാൻഡ് ചെയ്യുന്നത്. അതായത് കർഷകൻ ചെയ്യുന്ന ജോലി എന്താണ്? കൃഷിയാണ്. ആ കൃഷിയിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ വിശപ്പകറ്റുകയാണ്. അതാണ് ദൈവം ഇവിടെ ആ കർഷകന് കൊടുത്ത ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്.